നമസ്കാരം. ശാസ്ത്രത്തിലെ വലിയ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഈ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര രസകരമായൊരു കാര്യത്തെപ്പറ്റിയാണ്. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണത്തെക്കുറിച്ച്. പക്ഷേ അതിലെ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? ആ പരീക്ഷണത്തിൽ അവർ ഒന്നും കണ്ടെത്തിയില്ല. അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. ഭൗതികശാസ്ത്രത്തിന്റെ ഗതി മാറ്റിയ ആ പരീക്ഷണം തികച്ചും ഒരു പരാജയമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത്. എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തിയ ഒരു പരീക്ഷണം ഒന്നും കണ്ടെത്താത്തതിലൂടെ എങ്ങനെയാണ് ചരിത്രം സൃഷ്ടിച്ചത്? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. നമുക്ക് സമയത്തിൽ കുറച്ചൊന്ന് പിന്നോട്ടു പോകാം. 1887 അവിടെയാണ് മൈക്കൽസൺ മോർലി പരീക്ഷണം നടക്കുന്നത്. ഇതൊരു സാധാരണ പരീക്ഷണമായിരുന്നില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ അതുവരെ വിശ്വസിച്ചിരുന്ന പലതിനെയും ചോദ്യം ചെയ്ത ഒരു മനോഹരമായ പരാജയമായിരുന്നു അത്. അപ്പോൾ എന്തായിരുന്നു അവർ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ അദൃശ്യമായ വസ്തു? 19-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ സംശയമുണ്ടായിരുന്നു. മാക്സ്വെല്ലിന്റെ സിദ്ധാന്തമനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത സ്ഥിരമാണ്. പക്ഷെ എന്തിനെ അപേക്ഷിച്ച്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ വായു എന്നൊരു മാധ്യമം വേണമല്ലോ. അതുപോലെ പ്രകാശത്തിന് സഞ്ചരിക്കാനും എന്തെങ്കിലും ഒരു മാധ്യമം വേണ്ടേ? ആ ഒരു സാങ്കല്പിക മാധ്യമത്തിന് അവർ നൽകിയ പേരായിരുന്നു ലൂമിനിഫറസ് ഈതർ. ഇതാണ് ഈ പരീക്ഷണത്തിന്റെ കാതൽ. ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണല്ലോ. അപ്പോൾ അത് ഈ പറയുന്ന ഈതറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മളൊരു വാഹനത്തിൽ പോകുമ്പോൾ കാറ്റടിക്കുന്നത് പോലെ ഭൂമി ഈ ഈതറിലൂടെ പോകുമ്പോൾ ഒരു ഈതർ കാറ്റുണ്ടാകണം, അല്ലേ? ആ കാറ്റ് കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും സൂക്ഷ്മമായ അദൃശ്യമായ ഒന്നിനെ എങ്ങനെ അളക്കും? അതിനൊരു കിഡ്ലൻ ഐഡിയയാണ് ആൽബർട്ട് മൈക്കൽസൺ എന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്നത്. ആശയം വളരെ ലളിതമായിരുന്നു. കേട്ടാൽ ആർക്കും മനസ്സിലാവും. 2 പ്രകാശരശ്മികൾക്കിടയിൽ ഒരു ഓട്ടമത്സരം നടത്തുക. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരൊറ്റ ലൈറ്റ് ബീമിനെ 2ആയി മുറിക്കുന്നു. ഒന്നിനെ നേരെയും മറ്റേതിനെ വശത്തേക്കും അയക്കുന്നു. രണ്ടും ഒരേ ദൂരം പോയി കണ്ണാടിയിൽ തട്ടി തിരിച്ചുവരും. അവസാനം ഇവ രണ്ടും വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് മറ്റേതിനേക്കാളും വൈകിയാണോ എത്തിയത് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു നദിയിൽ ഒരു ബോട്ട് തുഴഞ്ഞു പോകുന്നു. ഒഴുക്കിന്റെ അതേ ദിശയിൽ പോയിട്ട് തിരിച്ച് ഒഴുക്കിനെതിരെ വരുമ്പോൾ കൂടുതൽ സമയമെടുക്കുമല്ലോ. അതുപോലെ ഈതർക്കാറ്റിന്റെ ദിശയിൽ പോയി വരുന്ന പ്രകാശരശ്മിക്കും കൂടുതൽ സമയമെടുക്കണം. ഇതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അപ്പോ അന്നത്തെ കാലത്തെ ഭൗതികശാസ്ത്ര നിയമങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ ഫലം എന്തായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായി കണക്കുകൂട്ടാൻ പറ്റിയിരുന്നു. ആ തിരിച്ചുവരുന്ന പ്രകാശരശ്മികൾ ഒരുമിച്ച് ചേരുമ്പോൾ സ്ക്രീനിൽ ചില വരകൾ പോലെ ഒരു പാറ്റേൺ ഉണ്ടാകും. ഇതിനെയാണ് ഫ്രിഞ്ചുകൾ എന്ന് പറയുന്നത്. ഈതർ കാറ്റ് കാരണം ഒരു രശ്മി വൈകുകയാണെങ്കിൽ ഉപകരണം തിരിക്കുമ്പോൾ ഈ വരകളുടെ സ്ഥാനത്തിന് ഒരു ചെറിയ മാറ്റം വരണം. അതായിരുന്നു അവർക്ക് അളക്കേണ്ടിയിരുന്നത്. അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഉപകരണം 90 ഡിഗ്രി തിരിക്കുമ്പോൾ ഏകദേശം 0.4 ഫ്രിഞ്ച് ഷിഫ്റ്റ്, അതായത് ആ വരകളിൽ അത്രയും മാറ്റം കാണണമായിരുന്നു. ഇനി അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാമോ? അവർ പ്രതീക്ഷിച്ചതിലും എത്രയോ ചെറിയ, അതായത് 0.001 എന്ന അളവിലുള്ള ഒരു മാറ്റം പോലും കണ്ടെത്താൻ കഴിവുള്ള അത്ര കൃത്യതയുള്ള ഒരു ഉപകരണമായിരുന്നു അവർ നിർമ്മിച്ചത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി 1887 മൈക്കൽസണും മോർലിയും പരീക്ഷണം തുടങ്ങി. ഈതറിലൂടെ ഭൂമി എത്ര വേഗത്തിലാണ് പായുന്നത് എന്ന് കണ്ടുപിടിക്കാമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലായിരുന്നു അവർ ആ ഉപകരണം പല ദിശകളിലേക്ക് തിരിച്ചുനോക്കി, അളവുകൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. പരീക്ഷണം രാത്രിയും പകലുമൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഫലം എപ്പോഴും ഒന്നായിരുന്നു. ഞെട്ടിക്കുന്ന ഒന്ന്. 0. ഒരു മാറ്റവും രേഖപ്പെടുത്തിയില്ല. അവർക്കൊന്നും കണ്ടെത്താനായില്ല. ഒരു ഷിഫ്റ്റുമില്ല, ഒരു വ്യത്യാസവുമില്ല. ഈഥർ കാറ്റെന്നൊന്ന് ഇല്ലായിരുന്നു. ഈ ശൂന്യഫലം അന്നത്തെ ശാസ്ത്രലോകത്തെ ശരിക്കും ഞെട്ടിച്ചു. കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിദ്ധാന്തങ്ങൾക്കും എതിരായിരുന്നു ഈ ഫലം. അപ്പോൾ ഈ പരാജയം ഭൗതികശാസ്ത്രത്തെ അതിന്റെ അടിത്തറ തന്നെ മാറ്റിയെഴുതാൻ നിർബന്ധിതരാക്കി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പരീക്ഷണഫലം വിശദീകരിക്കാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈതർ എന്ന ആശയം പൂർണ്ണമായും ഉപേക്ഷിക്കുക. എന്നിട്ട് തികച്ചും വിപ്ലവകരമായ ഒരു പുതിയ ആശയം അംഗീകരിക്കുക. അതായത് പ്രകാശത്തിന്റെ വേഗത എപ്പോഴും എല്ലാ സാഹചര്യത്തിലും സ്ഥിരമായിരിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ശൂന്യഫലം ഒരവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായൊരു സിദ്ധാന്തത്തിന്, അതായത് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ശക്തമായ ഒരു പരീക്ഷണാടിത്തറ നൽകിയത് ഈ പരാജയപ്പെട്ട പരീക്ഷണമാണ്.
ഈ പരീക്ഷണമാണ് ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിന് ഒരു അടിത്തറയിട്ട് കൊടുത്തത്. ഈ പ്രഹേളികയുടെ ഉത്തരം ഐൻസ്റ്റീൻ നൽകി, പ്രകാശത്തിന്റെ വേഗത എവിടെയും എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. അതൊരു പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ചത്തിന് ഒരു പുതിയ നിയമപുസ്തകം തന്നെ ലഭിച്ചു. അപ്പോ ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? ശാസ്ത്രം മുന്നോട്ടു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ടെത്തുമ്പോൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന ഫലങ്ങളെ ധൈര്യത്തോടെ നേരിടുമ്പോഴും കൂടിയാണ്. ഇത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ചില സമയങ്ങളിൽ ഒന്നും കണ്ടെത്താത്തതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ. നമ്മുടെ ഏറ്റവും ഉറച്ച വിശ്വാസങ്ങൾ പോലും തെളിവുകൾക്ക് മുന്നിൽ വഴിമാറി കൊടുക്കേണ്ടിവരും. അപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാവാം നാളെ ഇതുപോലൊരു ശൂന്യഫലത്തിനായി കാത്തിരിക്കുന്നത്? ഈ ചോദ്യമാണ് ശാസ്ത്രത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ അറിവിന്റെ അതിരുകളെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട്.